ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ടോമാൻസിൻ്റെ വെജ് ന്യൂഡിൽസാണ് മേടിച്ചിട്ടുള്ളത്. ഇത് പ്ലെയിനാണ്, മസാല ഇല്ലാത്തതാണ്. അപ്പം നമുക്ക് ഇത് അല്ലാതെ മസാല ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഞാൻ കുറച്ച് ഉപ്പും ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതൊന്ന് ബോയിലായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് നമ്മളുടെ ഈ വെജ് ന്യൂഡിൽസ് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഒരു 5 മിനിറ്റ് വേവിക്കാനുള്ളൂ, പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അതൊന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് അതായി പോവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്കുള്ള വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ട് വേണം വേവിച്ച് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഒരു 4-5 ചെറിയ വെളുത്തുള്ളി ഞാൻ ഒന്ന് അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി സവാളയും കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ക്യാബേജ്, അതേപോലെ ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ നമുക്ക് നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ ഉള്ളത് അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ട് ചേർക്കുക, അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാനത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ. ഇപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അധികം ഇട്ടിട്ടില്ല, എരിവ് അധികം പറ്റില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ന്യൂഡിൽസ് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം മക്കൾക്കൊക്കെ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് നമുക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാം. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതും വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്പം ഇടയ്ക്ക് മക്കൾക്കൊന്ന് ഒരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ന്യൂട്രീഷ്യസ് ആണ്, വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.